എകെജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹം പൊതുദർശനം തുടരുകയാണ്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് വി.എസിനെ ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി പി.എസ്. വിനയ ചേരുന്നുണ്ട്. വിനയ, പൊതുദർശനം തുടരുകയാണെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹം ഇവിടെ സൈമ പറഞ്ഞതുപോലെ എകെജി പഠന ഗവേഷണ കേന്ദ്രത്തിനകത്ത് പൊതുദർശനം തുടരുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ നീണ്ട നിര വി.എസിന് അവസാനമായി ഒരു നോക്ക് കാണാനായി, അദ്ദേഹത്തിന് വിട ചൊല്ലാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ കാലത്തും ജനങ്ങൾക്കിടയിൽ ജനപിന്തുണയിൽ നിന്ന ഒരു നേതാവാണ്, ഒരു ജനനായകനാണ് വി.എസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിട ചൊല്ലാനായി വലിയ തോതിൽ ജനക്കൂട്ടം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 7 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഈ എകെജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ, അതായത് പഴയ എകെജി സെൻറ്ററിലേക്ക് എത്തിയത്. ആ സമയത്തിന് മുമ്പ് തന്നെ വലിയ തോതിൽ ഇവിടെ ആൾക്കൂട്ടം എത്തിയിരുന്നു. ആ വന്നിരിക്കുന്ന ആൾക്കൂട്ടത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമുണ്ട്. യുവാക്കളുണ്ട്, പ്രായമായവരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ അദ്ദേഹത്തിന് വിട ചൊല്ലാനായി, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്യാമറ ആ യൂണിവേഴ്സിറ്റി കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തിന് നേരെയാണ് നമ്മളിപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത്. ആ വരി എകെജി സെൻറ്ററിൽ നിന്നും വരി അത്രയധികം നീണ്ടിട്ടുണ്ട്. അതിനപ്പുറം ഏതാണ്ട് പാളയം വരെ ഈ വരി പോയിട്ടുണ്ടാകും എന്നാണ് ഈ വരി ഇവിടെ നിന്ന് കാണുമ്പോൾ തോന്നുന്നത്. അത്രയധികം ആളുകൾ വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എകെജി സെൻറ്ററിലേക്ക് എത്തിച്ചപ്പോൾ കണ്ണേ കരളെ വി.എസ്.എ എന്നുറക്കെ നിർത്താതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ സഖാക്കളും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തെ വരവേറ്റത്. അതേ കണ്ണേ കരളെ വിളികൾ ഇപ്പോഴും ഇവിടെ പലപ്പോഴും നമുക്ക് മുഴങ്ങിക്കേൾക്കാം. എല്ലാ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ വി.എസുമായി ബന്ധപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, അതിൽ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാ ആളുകളും അദ്ദേഹത്തെ അവസാനമായി കാണാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഈ 7 മണിയോടുകൂടി എത്തിയ മൃതദേഹം രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടിയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയായിട്ടുള്ള ബാട്ടൺ ഹില്ലിലുള്ള അവിടേക്ക് മാറ്റും എന്നൊക്കെയായിരുന്നു നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. പക്ഷേ ഈ അടുത്ത സമയത്തൊന്നും തന്നെ ഇവിടെ നിന്നും ഭൗതികദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയധികം ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും ഉള്ളത്. സൈമ സൂചിപ്പിച്ചതുപോലെ നാളെ ദർബാർ ഹാളിൽ 9 മണിക്ക് പൊതുദർശനം ഉണ്ട്. ആ പൊതുദർശനം പൂർത്തിയാക്കി ഇതിന് ശേഷം വേണം വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാൻ. അതിനുശേഷം മറ്റന്നാൾ വൈകിട്ടോടുകൂടിയാണ് വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ജനക്കൂട്ടം വി.എസ്. അച്യുതാനന്ദൻ എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ, CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവിനെ കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി വിനയ, വി.എസ്. അച്യുതാനന്ദന്റെ പൊതുദർശനം എകെജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ തുടരുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഒരു നോക്ക് കാണാനായി എത്തുന്നത്. വിവരങ്ങൾ നൽകിയത് P.S. വിനയായിരുന്നു.